ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഡിഷാണ്, ചിക്കൻ ചുക്ക. നല്ലൊരു അടിപൊളി ഡിഷാണ്. വളരെ ഈസിയായി നമുക്കിത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഒരു പ്രാവശ്യം നിങ്ങളിത് തയ്യാറാക്കിയാൽ വീണ്ടും വീണ്ടും ഇത് തയ്യാറാക്കുമെന്ന് 100% ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഇതിനു മുൻപ് നിങ്ങൾ ആദ്യമായാണ് ജുലീനാസ് കിച്ചൺ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മറക്കാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണേ. ഇനി നമുക്ക് ചിക്കൻ ചുക്ക തയ്യാറാക്കാം. ആദ്യം നമുക്ക് 3 മീഡിയം സൈസ് സവാള നേരിയതായി അരിഞ്ഞെടുത്ത് ഓയിലിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അരിഞ്ഞെടുക്കാം. ഇതേപോലെ അരിഞ്ഞെടുക്കണം. ഇപ്പോൾ സവാള 3 ഞാൻ അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഓയിലിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ചൂടായ കടായിലേക്ക് വറുക്കുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കേട്ടോ ഇതിന് ടേസ്റ്റ്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല ബ്രൗണിഷ് ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ സവാള നമ്മൾ നന്നായി ഫ്രൈ ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ മാത്രം കേട്ടോ നമുക്ക് കുറച്ച് സമയം വേണ്ടത്. ചിക്കൻ ചുക്ക ഉണ്ടാക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. പക്ഷേ ഈ സവാള ഒന്ന് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കാനാണ് നമുക്ക് സമയം വേണ്ടത്. ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി ഫ്രൈ ആയി കഴിഞ്ഞു. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കിത് കോരിയെടുക്കാം. ഇതുപോലെ നല്ല ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ, കരിഞ്ഞു പോകാതെ. ഇവിടെ ഞാൻ 1 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. നമ്മൾ സവാള ഫ്രൈ ചെയ്ത ആ ഓയിലുണ്ടല്ലോ, ആ വെളിച്ചെണ്ണയിൽ നിന്ന് തന്നെ 3 ടേബിൾ സ്പൂൺ ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യണം. ഇനി നമുക്ക് കൈ കൊണ്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ ബൗളിൽ നിന്നൊന്ന് മാറ്റട്ടെ കേട്ടോ. ഇതിൽ ശരിക്കും മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല വാസന വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ സവാള ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ചേർക്കുന്നതാണ്. പിന്നെ ഇതിൽ മല്ലിപ്പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു 1/2 മണിക്കൂർ നേരം നമുക്കിതിങ്ങനെ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിത് തുറക്കാം. ഇനി നമുക്കിത് വേറെ ഒന്നും ചെയ്യാനില്ല കേട്ടോ. ഇനി നമുക്കിത് വേവിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അധികം വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല കേട്ടോ. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും വെളിച്ചെണ്ണ മതി. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ ഇനി ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വന്ന് ഇത് വെന്തോളും. ഇനി നമുക്കിത് 1 മിനിറ്റ് ഇങ്ങനെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇതിനകത്ത്. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരുവിധം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ ചിക്കനിൽ നിന്നും ചെറുതായി വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് വീണ്ടും വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക റെഡിയായി വരുന്നുണ്ട്. എണ്ണയൊക്കെ നല്ലതായി തെളിഞ്ഞ് ഇനി മൂടി വെക്കണം എന്നില്ല കേട്ടോ. നമുക്ക് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ അല്പം ഗ്രേവി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ എടുത്താൽ മതി. ഇല്ലെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ട് എടുക്കുവാണെങ്കിൽ കുറച്ച് നേരം കൂടെ തുറന്ന് വെച്ച് ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് സമയം കൂടെ തുറന്ന് വെച്ച് ഒന്നും കൂടെ കുറച്ചും കൂടെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി മതി. ഇതിങ്ങനെ വേണം, ഓവറായിട്ട് ഡ്രൈ ആക്കുന്നില്ല. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പത്തിരിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്ക ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.